ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒരാളാണ്. ഉം. തമാശകളെ എൻ്റെ ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പിൽ കംഫർട്ടബിൾ ആവുമ്പോൾ ഞാൻ തമാശകൾ പറയും. പറയണം എന്ന് വെച്ച് പറയുന്നല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. അതെ. അപ്പോൾ വായി വരുന്ന പറയുന്നു. അപ്പോഴാണ് ഈ മനോരമയിലെ സൂപ്പർ 4 എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത്. അപ്പൊ അന്നെന്ന് പറയുന്ന ആ 4 ജഡ്ജസ് എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള 4 പേരാണ്. അതെ. റീനി, ജോത്സ്ന, സിത്തു, ഞാൻ. നമ്മൾ 4 പേര് വരുന്ന ആദ്യം ഇരുന്നത്. അതെ. അപ്പൊ അന്ന് ഈ പറഞ്ഞപ്പോ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഇൻഹിബിഷനോ അങ്ങനത്തെ സംഭവങ്ങൾ, ആർക്ക് ഏത് അളവിൽ വേണോ കളിയാക്കാം. Yes. മനസ്സിലായില്ലേ? That's the point. അതെ. അപ്പൊ കുട്ടികൾ വന്ന് എന്തെങ്കിലും പാടുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് കളിയാക്കുന്നു, ഇങ്ങോട്ട് കളിയാക്കുന്നു. അപ്പോഴാണ് ഈ കളിയാക്കലിലൂടെയാണ് ആൾക്കാർക്ക് എനിക്ക് ഒന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ആ അതെ, വിധുചേട്ടൻ ഇത്രയൊക്കെ തമാശ പറയൂ, Correct. അല്ല ഇത്രയൊക്കെ പറയൂ എന്നുള്ളത്. അതാ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയ നേരത്തെ പറഞ്ഞ ഒരു ബ്ലെസ്സിങ് പിന്നെ ആണ്. കുറച്ചുകൂടെ നല്ല കൗണ്ടറുകളാണ് ചേട്ടൻ പറയാറ്. ഞാനത് കാണാറുണ്ട്. മറ്റേ ഇത് കട്ടിങ്സ് വരട്ടെ, പിന്നെ കുറച്ചുകൂടെ നല്ല തമാശകളാണ് പറയാറ്. Things പറഞ്ഞെങ്കിൽ തന്നെ അത് അതെ നല്ലതായതുകൊണ്ടാണ് അത് അതെ എൻ്റെ അല്ല, അടുത്ത് ഞാൻ പറഞ്ഞ വരുന്നത്. അതെ. പൊതുവെ ഇപ്പൊ എല്ലാം വരാറില്ല, പക്ഷെ പുള്ളി പറയുന്ന തമാശ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീകാന്ത് വെട്ടിയാരെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. നോക്കാനില്ല. ഫുൾ മോട്ടിവേഷൻ എനിക്കത്. പവർ. അതെ,